ഊരൂട്ടമ്പലം സർവീസ് സഹകരണ സംഘത്തിലെ നിക്ഷേപകരായ മഹാലക്ഷ്മി, അഭിരാമി, രേവതി, രാജശ്രീ എന്നിവരാണ് ക്രമക്കേട് ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത്. MDS ചിട്ടകളിൽ കോവിഡ് കാലത്ത് ചിലരുടെ നിക്ഷേപം മുടങ്ങിയിരുന്നു. ഈ തുക നിക്ഷേപകരറിയാതെ മറ്റുള്ളവർക്ക് കൈമാറിയത്രേ. വെള്ളൂർക്കോണം സ്വദേശിനി അഭിരാമിയുടെ പേരിൽ മാതാവ് ജലജ ചിട്ടിയിൽ നിക്ഷേപിച്ച 1,14,000 രൂപ നിക്ഷേപകയറിയാതെ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരിയായ ശ്രീരേഖ കൈപ്പറ്റിയെന്നാണ് പരാതികളിലൊന്ന്. മുടങ്ങിയ ചിട്ടികളുടെ പണം മറ്റു പലരും നിക്ഷേപകരുടെ പേരിൽ കൈപ്പറ്റിയെന്ന പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ചിട്ടി എന്ത് കെട്ടാത്ത എന്നെ കെട്ടാൻ കഴിയില്ല. വേറൊരാൾ കെട്ടുന്നതിന് സമ്മതം എഴുതി കൊടുക്കണം, വേറൊരാൾ കെട്ടിക്കോട്ടെ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പിയൂണായ മായ എൻ്റെ വീട്ടിൽ വരികയും ഒരു സമ്മതപത്രത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: എനിക്ക് കെട്ടാൻ സാധിക്കാത്തത് കാരണം വേറൊരാൾ കെട്ടുന്നതിന് എനിക്ക് സമ്മതമാണ് എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പോയിട്ട് ഒരു 6 മാസമായിട്ട് വരണം. അപ്പോൾ ആ കൊച്ചു പറഞ്ഞിട്ട് പോയത് ആരും അറിയണ്ട, ചേച്ചിയുടെ അടച്ച തുക കുറേശ്ശെ ഏപ്രിൽ മാസം തൊട്ട് വീട്ടിൽ കൊണ്ടുതരാം. എനിക്കിതിനെ പറ്റി വേറെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാം സമ്മതിച്ചു. അവർ കൊറോണ സമയത്തിന് ജോലി നഷ്ടപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വന്നപ്പോൾ ഇവർ കെട്ടിക്കൊണ്ടിരുന്ന 10 ലക്ഷം രൂപയിൽ ചിട്ടി അടയ്ക്കാൻ പറ്റാതെ വീഴ്ച പറ്റി. അത് നമ്മളറിയാതെ ഡിസംബർ മാസം 5-ാം തീയതി വ്യാജ ഒപ്പിട്ട് അതിൽ നിന്ന് പൈസ പണാപഹരണം നടത്തിയിരിക്കുകയാണ്. സെക്രട്ടറിയും പ്രസിഡൻറ്റും ബോർഡ് മെമ്പർമാരും ക്യാഷ്യറും അറിയാതെ ഈ പൈസകളൊന്നും പോവില്ല. മാർനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നിക്ഷേപകർ പറയുന്നത്. അതേസമയം സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി. അന്വേഷണത്തിൽ ബോർഡ് അംഗങ്ങൾക്ക് മതിയായ രേഖയില്ലാതെ പണം നൽകിയെന്നും പറയുന്നു. കണ്ടല, കരുവന്നൂർ ബാങ്കുകളിലേതിന് സമാനമായ അന്വേഷണമാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.